Good morning, students. In last class we were explaining about quality and quality system, and in today's class we are going to discuss about ISO. Okay, so what is meant by ISO? ISO stands for International Organization for Standardization. Okay, so ISO അങ്ങനെ തന്നെ അബ്രിവേറ്റ് ചെയ്യാൻ പറ്റില്ല. It is International Organization for Standardization. അതായത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് ഓക്കെ ഒരു പ്രോഡക്റ്റ് ലോകത്തിൽ എവിടെ മാനുഫാക്ചർ ചെയ്താലും ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ അല്ലെങ്കിൽ കാറുടെ ഒരു പാർട്ട് ബ്രേക്ക് ഡ്രം അത് ഇന്ത്യയിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ചൈനയിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ജപ്പാനിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എവിടെ മാനുഫാക്ചർ ചെയ്താലോ ISOയുടെ റൂൾ അനുസരിച്ച് ഏത് കൺട്രിയിൽ മാനുഫാക്ചർ ചെയ്താലും ഇതിൻ്റെ ക്വാളിറ്റി ഒരേപോലെ ഇരിക്കണം. അപ്പോൾ അതിന് മെയിൻറ്റെയിൻ അങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ വിച്ച് ഈസ് കോൾഡ് ആസ് ISO. ഓക്കെ, സോ ISOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ജനീവയിലാണ് ഉള്ളത്. ഈ 92 കൺട്രീസ് ഓക്കെ 92 കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ആർ മെമ്പർ ഓഫ് ISO, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഈ ISO വന്നിട്ട് ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഈ ISOയുടെ പറയുമ്പോൾ ഇതിനകത്ത് കുറേ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരു ISO പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് എ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ISO ആണെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പരിശോധിക്കേണ്ട ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല ഉറപ്പായിട്ട്. ഓക്കെ, സോ അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ISOയിലോട്ടാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ISO ഒരു കാരണം വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയില്ല. ഒരു ബ്രേക്ക് ഡ്രം ആണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ഇരിക്കണോ, അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഇരിക്കണോ എന്നൊന്നും പറയില്ല. പക്ഷേ ഒരു ക്വാളിറ്റി സാധനം ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ്സിലാണ് ഉണ്ടാക്കണമെന്ന് മാത്രം പറയുള്ളൂ. നിങ്ങൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ അത് വന്നിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതാണ് ഈ ISOയുടെ പ്രധാന പണി. ഓക്കെ, സോ 92 കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ആർ മെമ്പർ ഓഫ് ISO. In 1987 ISO released the ISO 9000 series of standards. ഓക്കെ, ഇപ്പോൾ ISOയിൽ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ തുടങ്ങിയത് വന്ന് ISO 9000 ആണ്, 9000. പിന്നെ അത് 9001 ആയി, 3 ആയി, 4 ആയി, ഇങ്ങനെ കുറേ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം അതിനകത്ത് എന്താണെന്ന് വെച്ചിട്ട്. സോ ISO 9000 സീരീസ് അതാണ് ആദ്യം തുടങ്ങിയത്. വിച്ച് ആർ കൺസെപ്ച്വലി ആൻഡ് ഫണ്ടമെൻ്റലി ഡിഫറെൻറ്റ് ഫ്രം പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. നേരത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ ഇരുന്നെന്ന് വെച്ചിട്ട് അതത് കമ്പനിക്കാർ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഈ ISO വന്നതിൻ്റെ ശേഷം അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സിലും കമ്പനിക്കാർ നേരത്തെ വെച്ചിരുന്ന സ്റ്റാൻഡേർഡ്സ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ശരിയാക്കി യൂണിവേഴ്സലി ഒരു പ്രോഡക്റ്റ് എവിടെ ഉണ്ടാക്കിയാലും എവിടെ മേടിച്ചാലും അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡായിരിക്കും. ഓക്കെ, ISO 9000 സീരീസ് refers to quality management system. Okay, നേരത്തെ പറഞ്ഞ പോലെ it refers to quality management system, an organization which meets requirements of the quality management system as per ISO gets the ISO certification. Okay, ഈ ജനീവ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ISO ഓർഗനൈസേഷൻ അവർ ഫ്രെയിം ചെയ്ത റിക്വയർമെൻറ്റ്സ് ഒരു കമ്പനി സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിക്ക് ISO സർട്ടിഫിക്കേഷൻ കിട്ടും. ആ ISO സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് അവരുടെ പ്രോഡക്റ്റിൽ എല്ലാത്തിലും അവർ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ISO പ്രോഡക്റ്റിന് വെച്ചിട്ട് അവർക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ പ്രൊഡക്ട്സിന് മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല, irrespective of the product manufacturers or services rendered by the organization. അപ്പോൾ മാനുഫാക്ചറിങ് സൈഡും ആവാം, മാർക്കറ്റിംഗ് സൈഡും ആവാം, സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയിലാവാം, എവിടെ വേണമെങ്കിലും നമുക്ക് ISO മേടിച്ച് വയ്ക്കാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ ISO ഡെപ്തായിട്ട് നോക്കുമ്പോൾ ഈവൻ അവർ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ TQM ഇറ്റ്സെൽഫ് നമ്മുടെ വീടുകളിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ISO വേണമെങ്കിൽ നമ്മളുടെ വീടുകളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ISO റിലീസ്ഡ് 6 ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, സോ ISO 8402 ഇൻ ദ ഇയർ 1986. ഇതാണ് ആദ്യം വന്നത് 1986. പിന്നെയാണ് 1987 ISO 9000 വന്നത്. അതാണ് എല്ലാവരും സ്റ്റാൻഡേർഡിന് വെച്ചിട്ട് അംഗീകരിച്ചത്. ISO 1986 റിലീസായപ്പോൾ പോലും അത്രയ്ക്ക് ISOക്ക് ഒരു നെയിം കിട്ടിയില്ല, അത് ആരും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ISO 9000 വന്നപ്പോഴാണ് ISO കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. ആ സ്റ്റാൻഡേർഡ്സ് നല്ല സ്റ്റാൻഡേർഡാണെന്ന് എല്ലാവരും കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ്. പിന്നെ വന്നിട്ട് 9001 വന്നു, പിന്നെ 9003, 9004 ഇതെല്ലാം വന്നിട്ട് ഇൻ ദ ഇയർ 1987 വന്നത്. ദ ലേറ്റർ 5 സീരീസ് ഈസ് പോപ്പുലർലി നോൺ ആസ് ISO 9000 സീരീസ്. ഇറ്റ് ഈസ് ദ പോപ്പുലർ വൺ. ഓക്കെ, സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. സോറി, ഓഡിയോ ബ്രേക്ക് ആയിപ്പോയി. ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ISO 9000. ഓക്കെ, ISO 9000ൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് മിനിമം അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് എ സപ്ലയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ഷുഡ് മീറ്റ്. ഓക്കെ, ഒരു മിനിമം കാര്യങ്ങൾ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പല ലെവൽസ് കാണും. ഓക്കെ, ISO 9000 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ മിനിമം റിക്വയർമെൻറ്റ്സ് എങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഞങ്ങൾ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ ബേസിക് സർട്ടിഫിക്കറ്റാണ് ISO 9000 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ISO 9000 പ്രോഡക്റ്റ് മേടിച്ചാൽ അതിനകത്ത് മിനിമം ക്വാളിറ്റി ഉറപ്പായിട്ട് കാണും. ഓക്കെ, and next one ISO 9000. It defines the basic element of quality system through documentation. അപ്പോൾ ഈ ISO ആയിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി സംബന്ധിച്ച് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ റോ മെറ്റീരിയൽ തുടങ്ങി കസ്റ്റമർ കയ്യിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷൻ ചെയ്തു വെച്ചിരിക്കണം. ഇറ്റ് ഇൻഷുർസ് uniform system that are universally recognized and accepted. It ensures uniform system that are universally recognized. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഒരു ബ്രേക്ക് ഡ്രം ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ വേറെ ഏത് രാജ്യത്തിലുണ്ടാക്കിയാലും അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ ക്വാളിറ്റി ഒരേപോലെ ഇരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓറിയൻറ്റഡ് സ്റ്റാൻഡർഡൈസേഷൻ റാദർ ദാൻ പ്രോഡക്റ്റ് ഓറിയൻറ്റേഷൻ. അതാ ഇത് ഒരു പ്രോഡക്റ്റ് ഫോർകാസ്റ്റ് ചെയ്യില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡാണ്. ഓക്കെ, ഒരു സിസ്റ്റം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മെത്തഡോളജി അങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മെത്തഡോളജി അതാണ് നമ്മൾ ഈ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സിസ്റ്റം വന്നിട്ട് നല്ല സ്റ്റാൻഡർഡൈസേഷൻ ആയിരിക്കണം. അതായത് ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ അയാളുടെ സ്കിൽ ലെവൽ ഇത്രയായിരിക്കണം, അയാളുടെ ക്വാളിഫിക്കേഷൻ ഇത്രയായിരിക്കണം, ഇത്ര ടോളറൻസ് ഉള്ള മെഷീൻ യൂസ് ചെയ്യണം, ഇത്ര ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഫിനിഷ്ഡ് ഗുഡ്സ് ഇത്ര QC ക്വാളിറ്റി ചെക്ക് ചെയ്തിരിക്കണം, ക്വാളിറ്റി അഷ്യൂറൻസ് ചെയ്തിരിക്കണം, അതിൻ്റെ ഡൈമെൻഷൻ്റെ ടോളറൻസ് ഇത്രയേ പാടുള്ളൂ, പിന്നെ അതിൻ്റെ പാക്കിംഗ് ഇണയായിരിക്കണം, കറക്റ്റ് ടൈം ഇത്ര ടൈമിനുള്ളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രൊസീജിയറൊക്കെ ചേർന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡായിട്ട് ആകും. ഓക്കെ, അതാണ് ഇതവിടെ പറയുന്നത്. System oriented standardization rather than product oriented standardization. Okay, it facilitate mutual recognition to any product. അതാണ് mutual recognition to any product. അതായത് ഇപ്പോൾ ഒരു ബ്രേക്ക് ഡ്രം ഓക്കെ ഒരു യൂണിവേഴ്സൽ പ്രോഡക്റ്റ് എന്ന് വെച്ചോ. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ കാറിന് വേണ്ടി ഉണ്ടാക്കിയ, ഫോർ എക്സാമ്പിൾ ഹോണ്ട സിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, അത് ഏത് രാജ്യത്തിൽ ഉണ്ടാക്കിയാൽ അത് മ്യൂച്വലി ഫെസിലിറ്റേറ്റ് ആയിരിക്കും, അതായത് മ്യൂച്വലി ഫിറ്റാകും. ഓക്കെ,
അതിനകത്ത് ടോളറൻസ് ലെവൽ എല്ലാവരും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. It is the first effective effort which has brought world's most of the countries under the same umbrella. ഇതാണ് ISO 9000 വന്നതിൻ്റെ ശേഷമാണ് മാക്സിമം കൺട്രീസ് എല്ലാം വന്നിട്ട് ഓൾ അണ്ടർ വൺ റൂഫ് എന്ന് പറയും, അല്ലെങ്കിൽ അണ്ടർ ദ സെയിം അംബ്രല്ല എന്ന് പറയും. എല്ലാവരും ഒരേ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഓരോരുത്തരും എൻ്റെ കമ്പനി ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡ്സാണ് കറക്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വലി. ഇപ്പോഴാണ് എല്ലാവരും ടുവേഡ്സ് ISO മൂവ് ചെയ്ത് എല്ലാവരും ഒരേപോലെ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ ഹൂം ഡസ് ISO 9000 ഹെൽപ്പ്? ഈ ISO 9000 ഏത് തരത്തിലുള്ള കമ്പനീസിന് യൂസ് ചെയ്യാൻ പറ്റും? കമ്പനീസ് ദാറ്റ് മാർക്കറ്റ് ദെയർ പ്രോഡക്ട്സ് ഇൻ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ് ഈസ് പവർഫുൾ മാർക്കറ്റിംഗ് വെപ്പൺ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺസ്യൂമർ മക്കളിന് ഓട്ടോമാറ്റിക്കലി അറിയാം ISO പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മാർക്കറ്റിംഗ് ലെവൽ വന്നിട്ട് കൂടും. ഓക്കെ, മാർക്കറ്റ് ചെയ്യാൻ അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അത്ര ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് കൺസ്യൂമേഴ്സ് എല്ലാവരും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വാച്ച്, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫോറിൻ കൺട്രീസിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. എപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ISO സർട്ടിഫിക്കറ്റ് ഇരുന്നാൽ മാത്രം സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്, ഇതാണ്, അങ്ങനെയാണ്, ഇത് ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല. വൺസ് ISO സർട്ടിഫൈഡ് മീൻസ് ഓട്ടോമാറ്റിക്കലി അത് ലോകത്തിൽ എവിടെ ഉണ്ടാക്കിയാലും അതിൻ്റെ ക്വാളിറ്റി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നു എല്ലാവർക്കും അറിയാം. സോ ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കറിയാം, ഇപ്പോൾ എല്ലാം ഗ്ലോബലി സെയിലാണ്. ഓക്കെ, ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയും. ഓക്കെ, അത് എവിടെ വേണമെങ്കിലും ഗ്ലോബലൈസേഷന് ശേഷം എല്ലാ പ്രോഡക്റ്റും എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാം, എവിടെ വേണമെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ISO 9000 വിൽ ഹെൽപ്സ് മോർ ആൻഡ് ബെറ്റർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ISO 9000 ഈസ് എ വേൾഡ് വൈഡ് ക്രെഡിറ്റബിലിറ്റി പാസ്പോർട്ട്. നേരത്തെ പറഞ്ഞതുപോലെ അത് എവിടെ വേണമെങ്കിലും അത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ദോ 92 countries ആർ യൂസിങ് ISO, ഫോളോയിങ് ISO, ബട്ട് ISO ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അത് ലോകത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പനി ഹൂസ് കോമ്പറ്റീറ്റേഴ്സ് ആർ സർട്ടിഫൈഡ് ഓർ ആർ സീക്കിംഗ് ISO 9000 സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ 9000 സർട്ടിഫിക്കേഷൻ ആർക്കൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ ഈ സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എലിമെൻറ്റ്സ് ഓഫ് ISO 9000, ഈ ISO 9000 വന്നിട്ട് എന്തൊക്കെ ഉണ്ട്? ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 പാർട്സ്. 6 പാർട്സാണ് ഉള്ളത്. ISO 8402, ISO 9000, 9001, 9002, 9003, 9004. ഇത് 6 വന്നിട്ട് 6 കൂടെ ചേർന്ന എലിമെൻറ്റ്സാണ് ISO 9001 അടിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ ISO 8402 തുടങ്ങി 9004 വരെ ഇത് വന്നിട്ട് പല ടൈപ്സ് ഓഫ് കമ്പനീസിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനി 9001 മേടിച്ചാൽ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ISO 9000 ആയിരിക്കും. ISO 9004 സർട്ടിഫിക്കറ്റ് മേടിച്ച കമ്പനി ആയാലും അവർക്ക് 9000 ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ കമ്പനി ദ ISO സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് 8402 ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സീരീസ് ഓഫ് ടെർമിനോളജി സ്റ്റാൻഡേർഡ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഡെഫിനേഷൻ ഓഫ് ഓൾ ടൈംസ്. അപ്പോൾ ഇത് ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യില്ല, പക്ഷേ എല്ലാ കമ്പനിയിലും വന്നിട്ട് ISOനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡെഫിനേഷൻ, ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതാണ് ISO 8402. അപ്പോൾ ISO നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ISO മേടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 8402 ഡോക്യുമെൻ്റ് മേടിച്ച് വായിച്ച് അതിന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് ISO 9000. It provides the basic concept such as what is quality, what is meant by quality, what is traceability, etc. This is also the roadmap. It explains how a company should select and use other 4 standards. Okay, ഇപ്പോൾ ബാക്കിയുള്ള 4 സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ കമ്പനി ഏതൊക്കെ യൂസ് ചെയ്യണം, പിന്നെ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അത് എങ്ങനെ ഇരിക്കണം, അത് എങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ റോഡ് മാപ്പ്, ഒരു പ്രോഡക്റ്റ് എവിടെ തൊട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ, റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് ടുവേർഡ്സ് കസ്റ്റമർ കയ്യിൽ എത്തിക്കുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളുമാണ് റോഡ് മാപ്പിന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ക്വാളിറ്റി, റോഡ് മാപ്പ്, പിന്നെ ഏത് കമ്പനി ഏത് ISO സർട്ടിഫിക്കറ്റ് മേടിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഡോക്യുമെൻറ്റേഷനാണ് ISO 9000. ഓക്കെ, ഇനി ISO 9001.
Okay, what type of industries can use ISO 9001 means which carry at the design and development, production, installation and servicing activities. So ஒரு company design oriented company, product development, installation, service activities, ഈ മാതിരി കമ്പനീസ് ഒക്കെ വന്നിട്ട് ദേ നീഡ് ടു ഗെറ്റ് ISO 9001 സർട്ടിഫിക്കറ്റ്. എക്സാമ്പിൾ വന്നിട്ട് നമ്മുടെ HMT, പിന്നെ ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെൻറ് ഇൻഡസ്ട്രിയുടെ BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, ഇമാതിരി കമ്പനീസൊക്കെ ദ കമ്പനി വിച്ച് ഈസ് വർക്കിംഗ് ടുവേർഡ്സ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, production, installation and servicing activities. ഇമാതിരി കമ്പനീസൊക്കെ they need to avail, they need to get ISO 9001. Okay, and next one ISO 9002. It is used in a contractual situation when only production and installation confirmation is to be ensured. ഒരു contractual, അതായത് ഒരു ടഫസ്റ്റ് സിറ്റുവേഷൻ വേണമെങ്കിലും പറയാം. വെൻ ഓൺലി പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ മാത്രം ചെയ്യുന്ന കമ്പനി. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാക്കുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയും, അത് കൊണ്ടുപോയി ഇൻസ്റ്റാളും ചെയ്യണം. ഓക്കെ, അതാണ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പർട്ടിക്കുലർ ഇൻസ്റ്റാളേഷന് വേണ്ട പ്രൊഡക്ഷൻ മാത്രം ചെയ്യുന്ന കമ്പനീസിനൊക്കെ ISO 9002 ആണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, എക്സാമ്പിൾ സുന്ദരം ഫാസ്റ്റനേഴ്സ്, ഓട്ടോമൊബൈലിൻ്റെ എല്ലാ പാർട്സും അവർ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സുന്ദരം ഫാസ്റ്റനേഴ്സ്. അപ്പോൾ അവർ പ്രൊഡക്ഷനും ചെയ്യണം, ഇൻസ്റ്റാളേഷനും ചെയ്യണം, അസംബ്ലിയും ചെയ്യണം. ഓക്കെ, പാരി എഞ്ചിനീയറിംഗ് ആൻഡ് എക്സ്പോർട്സ് ലിമിറ്റഡ് എക്സെട്രാസ്, ഇമാതിരി കമ്പനീസൊക്കെ ദേ നീഡ് ടു അവൈൽ ISO 9002 ആണ്. ഓക്കെ, നെക്സ്റ്റ് ISO 9003. It is the least detailed standard and it only requires that confirmation in final test and inspection may be ensured. അതായത് QA/QC, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷ്യൂറൻസ് ചെയ്യുന്ന കമ്പനികൾക്ക് ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റാണ് ISO 9003. ഓക്കെ, അതാണ് പറഞ്ഞത്. ഈ കമ്പനിയുടെ വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കമ്പോണൻറ്റ് ടെസ്റ്റ് ചെയ്യും, പിന്നെ ഇൻസ്പെക്ഷൻ ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്യും, ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ, വിത്തിൻ ലിമിറ്റിലുണ്ടോ എന്ന് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ചെക്കിങ് ചെയ്യുക. അമ്മാതിരി കമ്പനീസൊക്കെ ISO 9003 സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചിരിക്കണം. ആൻഡ് ISO 9004. So it contains guidelines to technical, administrative and human factors affecting the quality of product and services for internal use only. അതായത് ഒരു പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഇൻറ്റേർണലി ചെയ്യുന്ന കമ്പനീസിനൊക്കെ ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്പനി. ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ആൻഡ് ഈവൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ കംസ് അണ്ടർ ISO 9004 ആണ്. ഓക്കെ, so the new version of ISO 9000, ISO 9000 new version എന്താണെന്ന് ചോദിച്ചാൽ ISO 9000 is to 2000. ഓക്കെ, ഇതാണ് ന്യൂ വെർഷൻ പറയും. നേരത്തെ നമ്മൾ നോക്കിയത് ISO 8402 തൊട്ട് 9004 വരെയാണ്. ഇപ്പം നിലവിലുള്ളത് ആസ് ഓൺ ഡേറ്റ് ന്യൂലി അപ്ഡേറ്റഡ് വെർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 9000 2000. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ 3 മോഡ്യൂൾസ്, നേരത്തെ പറഞ്ഞതുപോലെ 9001, 2, 3 ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റ് തരുന്നതിന് പകരം നവഡേസ് ഓൺലി സിംഗിൾ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ് ISO 9001 ഈസ് ടു 2000 ഈസ് ഇഷ്യൂഡ് ടു ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ISO 9004 മാത്രം വരില്ല. ബിക്കോസ് ഈ ISO 9004 എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഡീൽ വിത്ത് ഹ്യൂമൻ, നോട്ട് വിത്ത് മെഷീനറി. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഒഴിച്ച് മറ്റേ എല്ലാ കമ്പനീസിനും ISO 9001 to 9003 ഇതിന് പകരം ഒറ്റ സർട്ടിഫിക്കറ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ISO 9001 ഈസ് ടു 2000. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ വെർഷൻ എന്ന് പറയുന്നത്. ഇതെൻ്റെ ഓവർവ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. സോ ഇനി ഇൻലൈൻ വിത്ത് ISO 9000 സീരീസ് there are also ISO 14000 series, 14000 series of standards for environment management system. It is equivalent earlier to ISO 9000. It is equivalent earlier to ISO 9000 is not more valid since now ISO 14000 is for EMS. അതായത് ഇപ്പോൾ ഈ പ്രോഡക്ട്സും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സർവീസസ് അങ്ങനത്തുള്ള ഇൻഡസ്ട്രീസിന് മാത്രമല്ല ISO. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിൽ വേണമെങ്കിൽ നമ്മൾ ISO സർട്ടിഫിക്കറ്റ് മേടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ എൻവയൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ഈക്കോ ഫ്രണ്ട്ലി അതായിട്ട് ബന്ധപ്പെട്ട കമ്പനീസിന് അവർക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റിന് മാത്രമാണ് വേറെ കോഡ് വരുന്നത്. ആ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ 14000.
ISO 14000 സീരീസ്. ഈ സീരീസുള്ള സർട്ടിഫിക്കറ്റ് വന്നിട്ട് ഇത് തരുന്ന കമ്പനീസാണ്. ഓക്കെ, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം EMS എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് ഡിസ്പോസൽ, എയർ പൊല്യൂഷൻ കൺട്രോളിങ്, ഇമാതിരി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇമാതിരി ബന്ധപ്പെട്ട കമ്പനീസിന് തരുന്ന സർട്ടിഫിക്കറ്റാണ് ISO 14000 സീരീസ്, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ISO 9000 is to 2000. ഓക്കെ,